ഹലോ, നമ്മളിന്ന് പോകുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്തേക്കാണ്. എയർപോർട്ടും റൺവേയും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു കിടിലൻ വ്യൂ പോയിന്റിലേക്കാണ് നമ്മളിന്ന് പോയത്. ഗൂഗിൾ മാപ്പിൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് വ്യൂ പോയിന്റ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഈ ഒരു ലൊക്കേഷൻ കിട്ടുന്നതാണ്. നമ്മളൊരു ഈവനിങ് 4 മണിയായപ്പോഴാണ് കേട്ടോ പോയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇങ്ങനെ ഫ്ലൈറ്റ് അത്യാവശ്യം അടുത്തുനിന്ന് കാണുമ്പോൾ നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. നമ്മളിരിക്കുന്ന സ്ഥലത്തിൻ്റെ എയർപോർട്ടിൻ്റെ ഇടയിൽ അത്യാവശ്യം സൈസിൽ ഒരു കനാലുണ്ടായിരുന്നു. ഇവിടെ അവർ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു കഫേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ ഒരുപാട് നേരം നോക്കിയിരുന്നിട്ട് ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല സൗണ്ടാണ് കേട്ടോ, ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ നല്ല രസമായിരുന്നു ആ ഒരു ഈവനിങ് സമയത്ത് അവിടെ പോയിട്ട് ഇരുന്നിട്ട് ഇതൊക്കെ കാണാൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ കഫേയിൽ പോയി. അവിടെ നല്ല തിരക്കായിരുന്നു. നമുക്ക് ഇരിക്കാനൊരു സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ആൾക്കാരൊക്കെ വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറിയിട്ട് അവിടുന്ന് എയർപോർട്ടിലേക്കുള്ള വ്യൂ ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു തട്ടുകടയിൽ പോയി. അവിടെയും കുഴപ്പമില്ലാത്ത രീതിയിൽ തിരക്കുണ്ടായിരുന്നു. അവിടെ നിന്നാലും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് ലാൻഡ് ചെയ്യുന്നതൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കൈരളി ഫുഡ് കോർട്ട് എന്നായിരുന്നു കേട്ടോ ഈ ഒരു ചെറിയൊരു തട്ടുകടേൻ്റെ പേര്. അവിടെ ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് നല്ല ചൂടോടെ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കപ്പയും ബീഫും ഒരു കാട ഫ്രൈ ആണ് വാങ്ങിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. സത്യം പറഞ്ഞാൽ നല്ലൊരു കിടിലൻ വൈബ് സ്പോട്ട് തന്നെയാണ് അത്. ഫുഡായാലും ആ ഒരു ടൈം ആയാലും നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. നല്ലൊരു ഈവനിങ് ആയിരുന്നു. ആ കടയിലും നല്ല തിരക്ക് കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിലൊരു വൈബ് കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.